ഹിറ്റ്ലർ ജർമ്മനിയിലെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ആഭ്യന്തര ശത്രുക്കൾ കൃത്യമായി ഹിറ്റ്ലർ രേഖപ്പെടുത്തി. അവിടുത്തെ ജൂതരും ബോൾഷെവിക്കുകളും. ഇവിടെ നാം കാണേണ്ടത് ഹിറ്റ്ലർ പറഞ്ഞത് ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമെന്നാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാന ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞു. ഇവിടെ RSS അത് അംഗീകരിച്ചുകൊണ്ട് അതേ നയം, അതേ പേര് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാ ന്യൂനപക്ഷങ്ങളോടും ഒരേ സമീപനം. ജർമ്മനിയിൽ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ബോൾഷെവിക്കുകൾ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബോൾഷെവിക് എന്ന് ഹിറ്റ്ലർ പറഞ്ഞത്. ഇവിടെ കൃത്യമായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് തന്നെ പറഞ്ഞു. ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും കൃത്യമായി തന്നെ രേഖപ്പെടുത്തി. രേഖപ്പെടുത്തൽ മാത്രമല്ല, ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്ന നടപടികളിലേക്ക് കടന്നു. അതിൻ്റെ ഭാഗമായി ലോകമാകെ അപലപിച്ച കൂട്ടക്കൊല, ഒരു രീതിയിലും മനുഷ്യരാശിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരത ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടപ്പാക്കി. ലോകത്ത് ഒരു കൂട്ടരും അതിനെ അംഗീകരിച്ചില്ല. പക്ഷേ RSS അംഗീകരിച്ചു. RSS കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. രാജ്യത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കുമെന്നതിനെക്കുറിച്ച് ജർമ്മനി കാണിച്ച മാതൃക അനുകരണീയമാണ്. നമുക്കത് അനുകരിക്കാവുന്നതാണ്. ഇതാണ് RSS. അവരെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJPക്ക് അധികാരം കിട്ടിയപ്പോൾ കൂടുതൽ വീറോടെ നടപ്പാക്കുന്ന നില സ്വീകരിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്തെ ലോകം നേരത്തെ കണ്ട ആദരവോടെയല്ല കാണുന്നത്. നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പലസ്തീന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തിലെ മഹാഭൂരിഭാഗം രാഷ്ട്രങ്ങളും ചേർന്ന് അപലപിച്ചു. അമേരിക്ക അതിനെ എതിർക്കാനുണ്ടായി. നമ്മുടെ രാജ്യത്തിന് ലോകത്തിലെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേലിനെ അപലപിക്കുന്ന കൂട്ടത്തിൽ നിൽക്കാൻ പറ്റിയില്ല. അമേരിക്കയുടെ സമ്മർദ്ദം അതിന് വഴങ്ങി നിലപാടെടുത്തു. ഇസ്രായേലിനെ
ഇസ്രയേലിന്റെ ആക്രമണത്തെ പരസ്യമായി അംഗീകരിക്കുകയും ഇസ്രയേലിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി. പലസ്തീന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ഇറാന് നേരെ അഴിച്ചുവിട്ട ആക്രമണം സാധാരണ നിലക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാന് നേരെ അഴിച്ചുവിട്ട ആക്രമണം, ആ ആക്രമണത്തെ നേരിയ തോതിൽ അപലപിക്കാൻ പോലും നമ്മുടെ രാജ്യത്തിനായില്ല. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കൻ പക്ഷപാതിത്വ നിലപാട് അമേരിക്കയെ പ്രീണിപ്പിക്കാൻ ഇസ്രയേലിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറി. ഇത് രാജ്യത്ത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്.